എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു മാങ്ങാക്കറിയാണ്. അപ്പോൾ മാങ്ങാക്കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കൂടി ഒരു ഉള്ളിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേറൊരു സ്റ്റെപ്പായിട്ട് അടുത്ത ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. തൊലി ചെത്തിയ മാങ്ങ, ഫ്രോസൺ മാങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മാങ്ങക്കറി നമുക്ക് മീന് ഇല്ലാതെയും വെക്കാം, പക്ഷെ ഇവിടെ മീനുള്ള മാങ്ങക്കറിയാണ് ഞങ്ങൾ വെക്കുന്നത്. ബ്ലൂ വരാവു എന്ന് പറഞ്ഞ മീനാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും നല്ലോണം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നല്ലോണം നമുക്ക് ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാങ്ങക്കറിയുടെ ഒരു പ്രധാന ഭാഗമാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചെറുള്ളിയും വേപ്പിലയും എല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം സവോളയ്ക്കൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയ്ക്ക് നല്ലോണം മിക്സ് ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല ചൊറുക്ക വിനെഗർ, ആവശ്യത്തിന് വിനെഗർ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവർ, നല്ല മണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും ചൂടുവെള്ളത്തിൽ ചാലിച്ച് വെച്ചേക്കുന്നത്, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചാലിച്ച് വെച്ചേക്കുന്നത് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ മിക്സ് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന എല്ലാ മിക്സിങ്ങിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെക്കാനുള്ള സമയമായി. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളവന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിട്ട് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് മീൻ, നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മീൻ, കുറച്ച് മീൻ പേരിന് മാത്രമൊക്കെ ഇട്ടാൽ മതി. കൂടുതൽ മീൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ല. ഇത് 1 ലിറ്റർ പാലെടുത്ത് കുറച്ച് നമ്മൾ
കുറച്ച് ഇതിൽ അവസാനം ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഒരു കപ്പോളം വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിയുക ഏകദേശം കറി റെഡിയായിട്ടുണ്ടാവും. അപ്പം കറിയൊക്കെ നമ്മൾ ഒരു 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് തിളവന്ന് കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് അതിൽ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കൊല്ലമുളകും കുറച്ച് വേപ്പില മൂത്ത് നല്ല മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒരു കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്തുണ്ട്. നല്ലോണം ചൂടാക്കി എടുക്കാം. അങ്ങനെ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. അങ്ങനെ മാങ്ങക്കറി നമ്മളൊരു മൺചട്ടിയിലേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നാളെ ഈസ്റ്ററിന് ഇനി ഉപയോഗിക്കുമ്പോൾ കാണാം. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മാങ്ങക്കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല സെറ്റ് മാങ്ങക്കറിയാണ്. ഇനി നമ്മൾക്ക് ഇന്നത്തെ പാർട്ടി ഈസ്റ്ററിന്റെ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അവരുടെ ആൾക്കാർ നമ്മള് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഓക്കെ, സീ ദെയർ. ഇതേ നമ്മുടെ മാങ്ങക്കറി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അൻസിൽ ബ്രോ ആണ് ഇവിടെ ടേസ്റ്റ് ചെയ്യണത്. അവരാണ് അതിന്റെ യോഗ്യത കിട്ടിയേക്കുന്നത്. അവരുടെ അടിയനും കൂടിയാണ് മാങ്ങക്കറി മോശമാക്കി ഇന്നത്തെ മാങ്ങക്കറിയുടെ റിവ്യൂ പറയുന്നത്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ജീവിതത്തിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങള് വേറൊരു കല്യാണം വേറെ ബുക്ക് ചെയ്തിട്ട് വേണം ഇത് അറേഞ്ച് ചെയ്യാനായിട്ട്. മാങ്ങക്കറി ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കരുത്. ഇത് ഇന്ന് വരെ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ ആണ്. സോറി, മാങ്ങക്കറിയുടെ കൂടെ എന്ത് കോമ്പിനേഷൻ കിട്ടും? മാങ്ങക്കറി നല്ലതാണ്, ഇല്ല ഞാൻ സമ്മതിക്കില്ല. വട്ടയപ്പം മോശമായാലും അടിപൊളി സൂപ്പർ. ആരും ഇപ്പൊ നിന്നോട് സൂപ്പറാന്ന് പറയാനുണ്ട്. ലേറ്റ് പറയാനുണ്ടോ? പുളിയുണ്ടല്ലോ, നല്ല പുളിയാ. കൊള്ളാം കൊള്ളാം. അല്ലാതെ ബീഫും എല്ലാം വേണമെന്ന് എനിക്കായിരുന്നു. അപ്പം കുഴപ്പമില്ല, നീ അപ്പം ഉണ്ടാക്കുക. എന്തായാലും എടുക്കേ, നമുക്ക് അപ്പം കഴിക്കല.
സർലാസ് ഒഴിച്ചു. ഈ മാങ്കറിയും സർലാസും ഇത് ബീഫും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അടിയുണ്ട്, ഒരു കഴിയുണ്ട്, ഒരു കഴി. അതിന്റെ ഒരു ഫീല്. ചിക്കൻ കിട്ടിയില്ല. ആ പൊളിച്ചോ? പൊളിച്ചു. അടിപൊളിയാണോ? അടിപൊളി. മിക്സ് വരുമ്പോ അടിപൊളിയാ. മിക്സ് അടിപൊളിയാ. സർലാസ് മിക്സ് ഓക്കെയാണ്. മീനും കിട്ടി, മാങ്കറിന്റെ മീനും കിട്ടി. വീഡിയോ പൊളിച്ചോ? എല്ലാവരും റെക്കമെൻഡ് ചെയ്യുമോ? അബ്സല്യൂട്ട്ലി.